സെനറ്റ് ഹാൾ സംഘർഷത്തിൽ വിസിക്കെതിരെ സർവകലാശാല സിൻഡിക്കേറ്റ്. വിസിയുടേത് ഏകപക്ഷീയമായ നടപടിയാണ്. രജിസ്ട്രാറെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല. വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണമെന്നും സിൻഡിക്കേറ്റ് ആവശ്യപ്പെടുന്നു. രജിസ്ട്രാറെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം ചെറുക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ പറഞ്ഞു. ബിബി അരുൺ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, സിൻഡിക്കേറ്റിലെ ഇടതുപക്ഷ അംഗങ്ങൾ ശക്തമായ നിലപാടിലാണോ ഇക്കാര്യത്തിൽ? ഇതൊരു സർവകലാശാലയുടെ ഭരണഘടനാ പ്രതിസന്ധിയായി മാറുമോ? വിസി ഒരു വശത്ത്, രജിസ്ട്രാറും സിൻഡിക്കേറ്റിലെ ഒരു വിഭാഗം അംഗങ്ങൾ മറുവശത്ത് എന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? കഴിഞ്ഞ കുറെ നാളുകളെ കേരള സർവകലാശാലയിലെ സാഹചര്യം അത് തന്നെയാണ്. വിസിയും ഗവർണറുടെ നിലപാടുകൾക്കൊപ്പം പൂർണ്ണമായും വൈസ് ചാൻസലറും നിലകൊള്ളുന്നു. രജിസ്ട്രാറും സിൻഡിക്കേറ്റിന്റെ ഭൂരിപക്ഷവും, അതായത് ഇടതുമുന്നണിക്ക് സിപിഎമ്മിന് വലിയ സ്വാധീനമുള്ള മേൽക്കൈയുള്ള സിൻഡിക്കേറ്റാണ്. അവിടെ അവർ ഗവർണർക്കെതിരായ നിലപാടും സ്വീകരിക്കുന്നു. ഈ വിഷയത്തിലും സർവകലാശാലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് തൊട്ട് മുമ്പും ഗവർണർ വന്ന ശേഷം നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇതേ നിലപാട് തന്നെയാണ് രണ്ട് വിഭാഗവും തുടരുന്നത്. രജിസ്ട്രാർ അനിൽകുമാറിനെ പൂർണ്ണമായും അദ്ദേഹത്തിന് മേൽ കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് വിസി ചാൻസലർ കൂടിയായ ഗവർണർക്ക് നൽകിയത്. അവരുടെ ഗവർണറോടുള്ള അനാദരവുണ്ടായി. ഗവർണർ പങ്കെടുക്കുമ്പോഴും ദേശീയഗാനം ആലപിക്കുമ്പോഴുമൊക്കെ പരിപാടി നിർത്തിവെക്കാൻ ഹാളിന്റെ അനുമതി റദ്ദാക്കണമെന്ന വിചിത്ര ആവശ്യവുമായി രജിസ്ട്രാർ രംഗത്ത് വന്നു. മതചിഹ്നം പ്രദർശിപ്പിച്ചെന്ന് പറയുമ്പോൾ ഏത് മതത്തിന്റെ എന്ത് ചിഹ്നം എന്ന കാര്യത്തിൽ വിശദീകരണം ഉണ്ടായില്ല. അങ്ങനെ ഗവർണറെ കൊണ്ട് രജിസ്ട്രാർക്ക് നടപടിയെടുപ്പിക്കാൻ തക്ക ഒരു ചാർജ് ഷീറ്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് രജിസ്ട്രാർക്കെതിരെ വൈസ് ചാൻസലർ മോഹനസ് കുന്നുമ്മൽ നൽകിയത്. അവിടെ പൂർണ്ണമായും രജിസ്ട്രാറെ പിന്തുണച്ച് രംഗത്ത് വരികയാണ് സിൻഡിക്കേറ്റിലെ ഇടതുപക്ഷം. അങ്ങനെ രജിസ്ട്രാറെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല. ഈ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് ഇന്നലെ വിസിക്ക് നൽകിയ കത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. ആ കാര്യം തന്നെയാണ് അല്പസമയം മുമ്പ് സിൻഡിക്കേറ്റിലെ സിപിഎം നേതാവ് മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. എന്തായാലും ഇത് ഈ കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തമ്മിൽ വിസിയും രജിസ്ട്രാറും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇരുതലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഏറ്റുമുട്ടൽ ശക്തമാവുകയാണ്. ഭാരതാംബ വിവാദമാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളുടെ തുടർച്ചയായിട്ടാണ്. എന്തായാലും രജിസ്ട്രാർക്കെതിരെ വിസി റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നത് എന്നതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിർണായക നീക്കങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നതും ശ്രദ്ധേയമായിരുന്നു. ഇടവേളയാണ്, മടങ്ങി വരും.